कुंज बिहारी जय राधा माधवा। कुंज बिहारी जय गोपी जना वल्लभा। गिरिवरधारी जय गोपी जना वल्लभा। गिरिवरधारी यशोदा नंदना व्रज जन रंजना। यशोदा नंदना व्रज जन रंजना। यमुना तीरा वनचारी। यमुना तीरा वनचारी जय राधा माधवा। कुंज बिहारी जय राधा माधवा। कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद। श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे कृष्णा 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 हरे 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 राम 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 हरे हरे। जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल। जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नष्टुके। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीचैतन्यमीश्वरम्। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च परिदानां भावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्णा। आराध्यो भगवान् ब्रजेशतनय दद्धाम वृन्दावनम् रम्या काचिदुपासना व्रजवधू वर्जेन या कल्पिता। श्रीमद्भागवतं प्रमाणममलं प्रेम पुमार्थो महान्
ते चैतन्य महाप्रभु मदमिदं तत्रादरो न परा. ഭഗവാന്റെ ഏറ്റവും ആരാധനാർഹമായ രൂപം നന്ദമഹാരാജാവിന്റെ മകനായ ശ്രീകൃഷ്ണന്റേതാണെന്ന് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറയുന്നു. വൃന്ദാവന ധാമമാണ് ഏറ്റവും ഉയർന്ന ആരാധനാർഹമായ വാസസ്ഥലം. കൃഷ്ണനെ ആരാധിക്കുന്നതിനുള്ള ഏറ്റവും ഉയർന്നതും മനോഹരവുമായ രീതി വ്രജഗോപികമാരാണ് നടത്തുന്നത്. എല്ലാറ്റിലും കളങ്കമില്ലാത്ത അധികാരമാണ് ശ്രീമദ് ഭാഗവതം. കൃഷ്ണപ്രേമം ജീവിതത്തിന്റെ അഞ്ചാമത്തെയും ഉന്നതവുമായ ലക്ഷ്യമാണ്. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായം. ഏറ്റവും പ്രധാനപ്പെട്ടത് നന്ദമഹാരാജാവിന്റെ മകനായ ബ്രജേശ തനയ ഗോകുലേശ തനയ കൃഷ്ണനെ ആരാധിക്കണം. വാസുദേവൻ 4 കൈകളുള്ള രൂപമാണ്. അദ്ദേഹം കൃഷ്ണന്റെ ഒരു ഭാഗമാണ്. ദ്വാരകയിലെ കൃഷ്ണൻ പൂർണ്ണനാണ്, പൂർണ്ണൻ. മധുരയിലെ കൃഷ്ണൻ കൂടുതൽ പൂർണ്ണനാണ്, പൂർണ്ണതര. വ്രജഭൂമിയിലെ കൃഷ്ണൻ ഏറ്റവും പൂർണ്ണമാണ്, പൂർണ്ണതമ, പൂർണ്ണം. അപ്പൊ പൂർണ്ണമുണ്ട്, കൂടുതൽ പൂർണ്ണമുണ്ട്, ഏറ്റവും പൂർണ്ണമാണ്. വ്രജേശ തനയ എന്നത് കൃഷ്ണന്റെ ഏറ്റവും പൂർണ്ണമായ രൂപമാണ്. കൃഷ്ണനെ ആരാധിക്കണമെന്ന് മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു പറയുന്നു. ആരാധ്യോ ഭഗവാൻ വ്രജേശ തനയ. ആ രൂപം 10 അല്ലെങ്കിൽ 12 വയസ്സുള്ള കിശോര കൃഷ്ണനാണ്. ദ്വാരകയിലെ കൃഷ്ണനായ ദ്വാരകാകൃഷ്ണൻ ഒരു രാജാവാണ്. അദ്ദേഹം ധാരാളം ഭാര്യമാരും വളരെയധികം ഐശ്വര്യവുമുണ്ട്. ഐശ്വര്യത്താലാണ് ജീവിക്കുന്നത്. എന്നാൽ അത് കിശോര കൃഷ്ണനാണ്. വ്രജഭൂമിയിലെ 10 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കൃഷ്ണൻ, അതാണ് കൃഷ്ണന്റെ ഏറ്റവും മനോഹരമായ രൂപം. അദ്ദേഹം വളരെ ലളിതമാണ്, ഗോപവേഷമാണ്, നടവരനാണ്. അദ്ദേഹം ഒരു ഗോപാലന്റെ വേഷം ധരിച്ചിരിക്കുന്നു. നർത്തകരിൽ ഏറ്റവും മികച്ചവനാണ്. അദ്ദേഹം ഒരു രാജാവല്ല, അദ്ദേഹം മയിൽപ്പീലി ധരിക്കുന്നു, ഓടക്കുഴൽ പിടിക്കുന്നു, ഗോപാലക ആൺകുട്ടികളോടൊപ്പം കളിക്കുന്നു. അദ്ദേഹം ത്രിഭംഗ ലളിതമാണ്, 3 സ്ഥലങ്ങളിൽ വളഞ്ഞിരിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തില് മഹാപ്രഭു പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്ലോകം 1-ാമത്തെ സ്കന്ധത്തില് 8-ാമത്തെ അധ്യായത്തില് 12-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം 12. തർഹേവാധമുനി ശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോ അഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യം പാദതു. തർഹേവാധമുനി ശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോ അഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യ പാദതു. തർഹേവാധമുനി ശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോ അഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യ പാദതു. വാക്കർത്ഥം: തർഹി അനന്തരം, ഏവ ഔവണ്ണം അധ ആകയാൽ, മുനിശ്രേഷ്ഠ അല്ലയോ മുനിമാരിൽ പ്രമുഖരെ, പാണ്ഡവ പാണ്ഡുവിന്റെ എല്ലാ പുത്രന്മാരും, പഞ്ച 5, സായകാൻ ആയുധങ്ങൾ, ആത്മന അവരുടേതായ, അഭിമുഖാൻ അഭിമുഖമായി, ദീപ്താൻ തേജസ്സോടുകൂടിയ, ആലക്ഷ്യ അതിനെ ദർശിക്കുന്നു, അസ്ത്രാണി ആയുധങ്ങൾ, ഉപാദതു കയ്യിലേന്തി. വിവർത്തനം ജയശ്ലേഷ് പ്രഭുപാദ്. ശ്രീൽ പ്രഭുപാദ് കി ജയ്. അല്ലയോ മഹാചിന്തകന്മാരിൽ ഉത്കൃഷ്ടനായവനെ, തേജസ്സാർന്ന ബ്രഹ്മാസ്ത്രം അവർക്ക് അഭിമുഖമായി വരുന്നത് ദർശിച്ച പാണ്ഡവർ താന്താങ്ങളുടേതായ 5 ആയുധങ്ങളുമേന്തി തയ്യാറായി നിന്നു. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. അണ്വായുധത്തെക്കാൾ മേൽത്തരമാണ് ബ്രഹ്മാസ്ത്രം. യുധിഷ്ഠിരനാൽ നയിക്കപ്പെടുന്ന 5 സഹോദരന്മാരായ പാണ്ഡവരെയും ഉത്തരയുടെ ഗർഭത്തിലുള്ള പൗത്രനെയും വധിക്കാനായി മാത്രമാണ് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയച്ചത്. ആകയാൽ ബ്രഹ്മാസ്ത്രം അന്ധമായ അണ്വായുധത്തെക്കാൾ അധികം ഫലപ്രദവും സൂക്ഷ്മവുമാകും. അണ്വായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ
അത് ലക്ഷ്യത്തെയും മറ്റുള്ളവരെയും വേർതിരിച്ചറിയുന്നില്ല. അവ നിയന്ത്രണ വിധേയമല്ലാത്തതിനാൽ നിരപരാധികൾക്കും ഹാനി വരുത്തും. എന്നാൽ ബ്രഹ്മാസ്ത്രം അതുപോലെയല്ല. അത് ലക്ഷ്യത്തെ വേർതിരിച്ചറിയുകയും നിരവധി നിരപരാധികൾക്ക് ഹാനി വരുത്താതെ ലക്ഷ്യത്തെ മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഓം അജ്ഞാനത്തിമിരന്തശ്യ ജനാഞ്ജനാശലാഖയാ ചക്ഷുരുന്മേലസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനി നാമനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണെ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. ഓം തത്സത്. എല്ലാവർക്കും മറ്റൊരു ഭാഗവതം ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സുസ്വാഗതം. എല്ലാവർക്കും എൻ്റെ ദണ്ഡ നമസ്കാരം. ഹരേ കൃഷ്ണ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പല ആവർത്തി പറഞ്ഞു കേട്ടതാണ്. എല്ലാവർക്കും തന്നെ അത് ഇപ്പോൾ അറിയാം അല്ലെ, എന്തൊക്കെയാണ് നടന്നതെന്നും അല്ലെ. ഈ ഇന്നത്തെ ശ്ലോകത്തിന്റെ കാര്യങ്ങളും ഒരുപാടൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഓൾറെഡി. എനിക്കതിൽ സത്യമായിട്ട് ഒന്നും പറയാനില്ല, എന്നാലും എന്തെങ്കിലും പറയാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കവേ ഉത്തര പാഹി പാഹി എന്ന് പറഞ്ഞിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടി വരികയാണ്. തന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ കൊല്ലാനായി അശ്വത്ഥാമാവ് വിട്ട ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിക്കണേ എന്നാണ് ഉത്തര വിളിക്കുന്നത്, നിലവിളിക്കുന്നത്. ഞാൻ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, തന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ടാണ് ഉത്തര ഭഗവാനോട് അപേക്ഷിച്ചത് അല്ലെ. എല്ലാ അമ്മമാരും അങ്ങനെയാണ് അല്ലെ. അത്ര വാത്സല്യമാണ് കുഞ്ഞുങ്ങളോട്, അതും സ്വന്തം കുഞ്ഞുങ്ങൾ. ആ വാത്സല്യമാണ് ഇവിടെ ഉത്തരയ്ക്കും ഉണ്ടായത്. അതുകൊണ്ടാണ് ഉത്തര പറഞ്ഞത്, ഞാൻ ഒരു പക്ഷെ മരിച്ചു പോയാലും കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെട്ടില്ലായാലും കുഴപ്പമില്ല, എന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ ഭഗവാനെ എന്നാണ് ഉത്തര വിളിച്ചു പറഞ്ഞത്, എന്നാണ് അപേക്ഷിച്ചത്, ഭഗവാനോട് അപേക്ഷിച്ചത്. അത് ഇതാരൊക്കെ കേൾക്കുന്നുണ്ട്? ഭഗവാനും പാണ്ഡവരും അല്ലെ, അത് കേൾക്കുന്നുണ്ട്. അവർക്കത് മനസ്സിലായി. അശ്വത്ഥാമാവ് വീണ്ടും ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിരുന്നു അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു? പാണ്ഡവരെല്ലാവരും വളരെ അലേർട്ടായി. അവരവരുടെ ആയുധങ്ങൾ എടുത്തു. ഇവിടെ പറയുന്നുണ്ട് പഞ്ചസായുഗാൻ അല്ലെ, അതായത് പഞ്ചപാണ്ഡവർ, ഈ 5 പാണ്ഡവരും അവരുടേതായിട്ടുള്ള ആയുധങ്ങൾ എടുത്തു റെഡിയായി നിന്നു. 5 ആയുധങ്ങൾ. അവരെല്ലാം തന്നെ വലിയ ഭക്തരാണ്, ഭഗവാന്റെ വളരെ വലിയ ഭക്തരാണ് ഈ 5 പാണ്ഡവരും. ആയുധകലകളിലും അവർ നിപുണരായിരുന്നു അല്ലെ. അതൊക്കെ നമുക്കറിയാം അവർ എന്തിലൊക്കെയാണ് നിപുണരായിരുന്നത്. പക്ഷേ അതൊന്നും തന്നെ ബ്രഹ്മാസ്ത്രത്തോളം ശക്തി ഉണ്ടാകില്ല എന്ന് ഭഗവാന് അറിയാം അല്ലെ. ഭഗവാന് അത് നന്നായിട്ട് അറിയാം. ഇവരിവിടെ റെഡിയായി നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് ഭഗവാൻ അത്ഭുതം തോന്നും അല്ലെ. ഇപ്പൊ റെഡിയായി കളയാൻ, ഇപ്പൊ ശരിയായി കളയാൻ, ബ്രഹ്മാസ്ത്രമാണ് വരുന്നത് എതിരെ അല്ലെ. അപ്പൊ ഇവരെ കൊല്ലാനും കുഞ്ഞിനെ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൂടെ കൊല്ലാനാണ് ആരിട്ട് അശ്വത്ഥാമാവ് ഈ ബ്രഹ്മാസ്ത്രം വിട്ടിരിക്കുന്നത്. അതിനെ തടയാനായിട്ട് ഈ 5 ആയുധങ്ങള് ഒന്നും തന്നെ അല്ല എന്ന് ആർക്കറിയാം? ഭഗവാൻ കൃഷ്ണൻ അറിയാം അല്ലെ. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, തന്റെ ഭക്തന്മാർക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും വെറുതെ നോക്കി നിൽക്കില്ല. ഭഗവാന് എല്ലാം മറക്കും, എല്ലാം മറന്നിട്ട് ചാടി പുറപ്പെടും അല്ലെ. എന്തിനാണ്? എന്റെ കുഞ്ഞുങ്ങളെ അല്ലെ, എന്റെ ഭക്തരെ രക്ഷിക്കാനായിട്ട്. യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്നാണ് ശപഥം ചെയ്തിരിക്കുന്നത്. ആര്? ഭഗവാൻ അല്ലെ. ശബ്ദം ചെയ്തിട്ടുണ്ടെങ്കിലും ഭീഷ്മദേവന്റെ തീവ്രമായ ആക്രമണത്തിൽ നിന്ന് അർജുനനെ രക്ഷിക്കാനായി അദ്ദേഹം ആയുധം എടുത്തു അല്ലെ. ഭീഷ്മദേവൻ അന്നൊരു ശപഥവുമൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ അർജുനനെ തീർച്ചയായിട്ടും കൊല്ലും എന്ന് ദുര്യോധനോട് ശപഥം ചെയ്തിട്ടാണ് ഭീഷ്മർ വന്നിരിക്കുന്നത്. അപ്പോൾ ഭീഷ്മരെ നമുക്ക് ആർക്കും തന്നെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല. അതിൽ അല്പമെങ്കിലുമൊക്കെ നിൽക്കാൻ പറ്റുന്നതാണ് അർജുനൻ. ഏതാണ്ടൊക്കെ അടുപ്പിച്ചു വരും. പക്ഷെ എന്നാൽ പോലും ഭീഷ്മരുടെ ശക്തിക്ക് മുൻപിൽ അർജുനൻ ഒന്നും തന്നെയല്ല, വെറും ഒരു പച്ചല് മാത്രമാണ്. പക്ഷേ
അങ്ങനെ പക്ഷെ ആരുണ്ട് അവിടെ ആ രഥത്തില്? ഭഗവാനുണ്ട് ഫ്രണ്ടിൽ അല്ലേ? അദ്ദേഹത്തിന്റെ തലയിൽ മുകളിൽ കൂടെയാണ് ഈ അസ്ത്രങ്ങൾ ഇങ്ങനെ ഷൂ 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 എന്നും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം അർജുനൻ മാക്സിമം തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ഭഗവാൻ മനസ്സിലായി, ഇങ്ങനെ പോവുകയാണെങ്കിൽ അർജുനനെ, എന്റെ ഭക്തനെ ഭീഷ്മദേവൻ കൊല്ലും അല്ലെ. ചാടി ഇറങ്ങി അല്ലെ, രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് അവിടെ വീണ് കിടന്ന ഒരു രഥത്തിന്റെ ചക്രം എടുത്ത് ചുഴറ്റി വളരെ ഭീമത്സമായിട്ട് ആരുടേത് മുമ്പോട്ട് ഓടി ഭീഷ്മദേവന്റെ മുന്നോട്ട് ആഞ്ഞു പോയി അല്ലെ. അത് കണ്ടപ്പോ ഭീഷ്മദേവന് ഭയങ്കര സന്തോഷമായി. അർജുനനെ രക്ഷിക്കാനായി അദ്ദേഹം ആയുധമെടുത്തു. ഇപ്പോൾ ഇവിടെ വീണ്ടും ഭഗവാൻ സുദർശന ചക്രം അല്ലെ ഉപയോഗിക്കുകയാണ്. ആരെ രക്ഷിക്കാനായിട്ട്? ഈ 5 പേരെയും 6 ആറാമത്തെ ആളിനെ രക്ഷിക്കാനായിട്ട് വീണ്ടും ഇവിടെ രണ്ടാമതും എന്താണ് ആയുധമെടുക്കുകയാണ്. ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ ശബദത്തെ കുറിച്ചോ എന്താണ് കൊടുത്ത വാക്കുകളെ കുറിച്ചോ ഒന്നും ഓർക്കാറില്ല അല്ലെ. മറ്റുള്ളവർ എന്ത് പറയുന്നോ ഒന്നും ചെയ്യാറില്ല, ഒന്നും അദ്ദേഹം ഓർക്കാറില്ല. അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം ഭക്തന്മാരെയാണ്. എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് ഒരിക്കലും ഒരു വിഷമവും വരാൻ പാടില്ല. അവരെയൊക്കെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ശപഥം ചെയ്തിരിക്കുകയാണ് അല്ലെ. എന്തും നഷ്ടപ്പെടുത്തി ഞാൻ അവരെ രക്ഷിക്കുമെന്നാണ് ഭഗവാന്റെ താല്പര്യം. അത്രയും ഭക്തവത്സലരാണ് അല്ലെ. അത്രയും എന്താണ് കൃപാലുവാണ്. നമ്മളോടൊക്കെ അത്രയും മേഴ്സിയാണ് അദ്ദേഹം. ഭഗവാന് നമ്മള് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെന്നാണ് ഭഗവാന്റെ താല്പര്യം. ഭഗവാൻ ഒരിക്കലും ഭക്തന്മാർക്ക് അല്ലെ, ഭഗവാന്റെ മക്കൾക്ക് പൊതുവില് ആർക്കും തന്നെ ഒരു ദോഷവും വരാനായിട്ട് ഭഗവാൻ ഒരിക്കലും വിചാരിക്കില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലുമില്ല അല്ലെ. പക്ഷേ നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ പലതും അനുഭവിച്ചു പോരും. അതിനെ ഭഗവാനെ തടുക്കാൻ പറ്റും അല്ലെ. അതിന് ആ ഒരു സ്വാതന്ത്ര്യം, അതിലോട്ട് കൂടുതൽ ഭഗവാൻ അങ്ങനെ കൈകടത്താറില്ല. അപ്പോ ഭഗവാന്റെ ശബദത്തെ കുറിച്ച് കുറിച്ചോ വാക്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ശബദവും മറ്റുള്ളവർ എന്ത് പറയുമെന്നോ ഭഗവാൻ ഒരിക്കലും ഓർക്കാറില്ല. തന്റെ ഭക്തര് അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ ഭഗവാൻ എല്ലാം മറന്ന് മുന്നോട്ടിറങ്ങും അല്ലെ. ഭീഷ്മർ ഇതുപോലെ സ്വന്തം ശബദം മറന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അല്ലെ, അവിടെ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ മഹാഭാരതം തന്നെ നടക്കില്ലായിരുന്നു. ഭീഷ്മർക്കൊരു ശബദമുണ്ട് അല്ലെ. ഞാൻ എന്ത് ചെയ്തും ഈ രാജ്യം ഞാൻ സംരക്ഷിക്കും അല്ലെ. അവിടെ പിന്നെ ഏത് ദുഷ്ടനാണ്, ഏത് അല്ലെ മോശക്കാരനായിട്ടുള്ള ഒരു രാജാവാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും എന്റെ കടമ, എന്റെ വാക്കെന്ന് പറയുന്നത് എന്താണ്? ഞാന് ഈ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളാമെന്ന്. അപ്പൊ ഇവരൊക്കെ എന്തൊക്കെ മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്താലും അതിലൊന്നും എന്നെ ബാധിക്കില്ല, എന്റെ ശബ്ദമാണ് വലുതെന്ന് പറഞ്ഞിട്ടാണ് ഭീഷ്മർ എപ്പോഴും അത് കാത്തു സൂക്ഷിച്ചിരുന്നത്. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഭീഷ്മര് ഭഗവാനെ പോലെ ഈ ശബ്ദമൊക്കെ മറന്നിട്ട് അല്ലെ ആയുധം എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദുര്യോധനെ മര്യാദയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കുമായിരുന്നു അദ്ദേഹത്തിന് അല്ലെ. ദുര്യോധന മര്യാദയ്ക്ക് നിർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ഒരു പ്രാവശ്യമെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ ദുര്യോധന നന്നാവുകയും ചെയ്യുന്നതിന് അല്ലെ, ആ രാജ്യവും നന്നായതിന്, ഈ ഈ ഈ ഈ യുദ്ധവും ഒഴിവായി കിട്ടിയത്, മഹാഭാരതം തന്നെ നടക്കില്ലായിരുന്നു അല്ലെ. പക്ഷെ അത് നടക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? ഭഗവാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഭഗവാൻ വിചാരിക്കാതെ ഒരു പുൽക്കൊടി പോലും ഇവിടെ അനങ്ങുന്നില്ല. നമ്മളുടെയൊക്കെ ബുദ്ധി കൊണ്ട്, ചെറിയൊരു കുറച്ച് ബുദ്ധി കൊണ്ടാണ് നമ്മൾ ആലോചിക്കുന്നത്, അതെന്താ ഇങ്ങനെ സംഭവിച്ചത്, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല, ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ, എന്നിട്ടെന്താ ഭഗവാൻ അത് തടുക്കാത്തത് എന്നൊക്കെ നമ്മുടെ ശുഷ്കിച്ച ബുദ്ധി കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നും. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഭഗവാൻ പലതും ഇങ്ങനെ കരുക്കുകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഭഗവാൻ ഇതിന്റെ കഥകളുടെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നിൽക്കും അല്ലെ. മറ്റുള്ളവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കും. എന്നിട്ട് മറ്റുള്ളവർക്ക്, ഭക്തന്മാർക്ക് വേണ്ട ഇതൊക്കെ അവർക്ക് പേരൊക്കെ അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതെ നിൽക്കും അല്ലെ. എല്ലാ കാര്യം സ്വന്തം മക്കൾ അല്ലെങ്കിൽ ഭക്തന്മാർക്ക് കിട്ടിക്കോട്ടെ, ഭക്തന്മാർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു അല്ലെ. അപ്പോ ഇവിടെ മഹാഭാരതം
ഭഗവാൻ ഒരിക്കലും ആസുര സ്വഭാവമുള്ളവരുടെ കൂടെ നിന്നിട്ടേയില്ല. ഭഗവാൻ എപ്പോഴും ഭക്തന്മാരുടെ കൂടെയായിരുന്നു നിന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭഗവാനെ ഭക്തവത്സല എന്ന് വിളിക്കുന്നത്, അല്ലെ? ആ വത്സലയില് വാത്സല്യത്തിൽ നിന്നാണ് വത്സല വരുന്നത്, അല്ലെ? അപ്പൊ ഒരു വാത്സല്യമുണ്ട്, അല്ലെ? ഒരു അമ്മയ്ക്ക് മക്കളോടുള്ള ആ ഒരു വാത്സല്യമാണ് ഭഗവാന് നമ്മളോടുള്ള വാത്സല്യം, അല്ലെ? ഒരമ്മ എപ്പോഴെങ്കിലും എന്റെ കുഞ്ഞിന് ദോഷം വരണമെന്ന് ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് ഭഗവാൻ, അല്ലെ? പരമപിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. എപ്പോഴും എന്റെ കുഞ്ഞ് വളരെ നന്മയോടുകൂടി ഇരിക്കണം, സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഭഗവാൻ, അല്ലെ? പക്ഷെ നമ്മളുടെ കയ്യിരിപ്പ് കൊണ്ട്, നമ്മളുടെ എന്താണ് ചെയ്വി ദോഷം കൊണ്ട്, നമ്മള് കർമ്മദോഷം കൊണ്ട് നമ്മള് പല എന്താണ് വേദനകളും വലിച്ചു വയ്ക്കുന്നു. അത് നമ്മുടേതായ കുഴപ്പം മാത്രമാണ്. ഭഗവാനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, അല്ലെ? പ്രകൃതിയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പ്രകൃതിയൊക്കെ അവരുടെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നല്ലതും ചീത്തയും എല്ലാം എഴുതി എഴുതി വെച്ചേക്കുവാ, അല്ലെ? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞതുപോലെ, ഈ നന്മയ്ക്ക് അതിന്റെ ഒരു നന്മ കിട്ടും, അതിന്റെ തിന്മയ്ക്ക് അതിന്റെ ഒരു തിന്മ നമുക്ക് എപ്പോഴെങ്കിലും വന്നു ചേരും, അല്ലെ? എന്നാ പിന്നെ അതെന്താ പെട്ടെന്ന് വരാത്തതെന്ന് ചോദിക്കും. പണ്ടത്തതൊക്കെ ഒരുപാട് അക്കുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാപങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത് കുറച്ച് 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 താമസിക്കുന്നത്. അതിനാണ് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉള്ളത്, അല്ലെ? കുറെ കാലം കഴിയുമ്പോഴേ ഈ ഇപ്പൊ ചെയ്തതിന്റെ ഫലം നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. കാര്യം എന്താണ്? പഴയതൊക്കെ ഒരുപാട് അനുഭവിക്കാൻ കിടക്കുവാണ്. അതും കൂടെ കഴിഞ്ഞ് തീർത്തിട്ട് വേണ്ടേ ബാക്കിയുള്ളത് തീർക്കാൻ, അല്ലെ? ഇത്രയും ജന്മത്തിലെ പാവങ്ങൾ ചെയ്യാൻ അനുഭവിച്ച് തീർക്കാൻ കിടക്കുകയല്ലേ? അതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ ഒരു നന്മ ചെയ്താൽ പോലും നമുക്ക് ആ പഴയ പാപത്തിന്റെ ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഒരു പാപം പോലും വെറുതെ പോകത്തില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് വന്ന് തന്നെ ഭവിക്കും, അല്ലെ? ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഭഗവാനെ ഇത്രയും എന്താണ് ആത്മാർത്ഥമായി നമ്മള് എന്താണ് സമർപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെ? അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ അത്രയും ആത്മാർത്ഥമായി ആരാധിച്ചു കഴിഞ്ഞാൽ, വിളിച്ചു കഴിഞ്ഞാൽ, ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ കുറച്ച് ഏറ്റക്കുറച്ചിൽ വരും. പക്ഷെ വരേണ്ടത് വന്ന് തന്നെ തീരും, അല്ലെ? ഭഗവാൻ ഇന്ന് രാവിലെ ഞാൻ കണ്ടത്, ഭഗവാൻ ഒരു കപ്പലിൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല അവിടെ ഈ എന്താണ് കടൽക്ഷോഭം ഉണ്ടാകില്ല, തിരമാലകൾ അടിച്ച് വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇതൊരിക്കലും മുങ്ങില്ല, ഈ കപ്പൽ ഒരിക്കലും മുങ്ങില്ല എന്ന് അദ്ദേഹം നമുക്ക് വാക്ക് തരുന്നുണ്ട്, അല്ലെ? മുങ്ങാതെ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതാണ്, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന വേദന മാത്രമേ, ശിക്ഷ മാത്രമേ അദ്ദേഹം ഈ ജീവിതത്തിൽ നമുക്ക് തരത്തുള്ളൂ, അല്ലെ? താങ്ങാൻ പറ്റാത്തത് ഒന്നും തരത്തില്ല. നമുക്ക് തോന്നും, അയ്യോ എനിക്കൊന്നും പറ്റുന്നില്ലേ, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഭഗവാനെ നന്നായിട്ട് അറിയാം ഇവന് എന്തുമാത്രം താങ്ങാൻ പറ്റുമെന്ന്. അത് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അതൊക്കെ പ്രകൃതിയെ വളരെ കാര്യക്ഷമതയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കരുത്, അവർക്ക് താങ്ങാൻ പറ്റുന്നതേ കൊടുക്കാവുള്ളൂ. പ്രകൃതി അതൊക്കെ വളരെ അളന്ന് കുറിച്ചാണ് നമുക്ക് തരുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മാത്രം, അല്ലെ? അപ്പോ ഭഗവാനെ ഇവിടെ ഭക്തവത്സല എന്നാണ് വിളിക്കുന്നത്. വാത്സല്യത്തിൽ നിന്നാണ് വത്സല വരുന്നത്, അല്ലെ? ഭക്തന്മാർ വിഷമിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ഭഗവാന് ഒരിക്കലും കഴിയില്ല. ഭക്തൻ വിളിച്ചു കഴിഞ്ഞാല് അപ്പോ എത്തും ഭഗവാൻ, അല്ലെ? അതാണ് ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ. നമ്മൾ പക്ഷേ വിളിക്കുന്നത് അങ്ങനെ ആയിരിക്കണം, അല്ലെ? എങ്ങനെയാണ് നമ്മൾ വിളിക്കേണ്ടത്? നമ്മൾ നാമം ജപിക്കുന്നത് പോലെ. നാമം ജപിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു കുഞ്ഞ്, വളരെ കൊച്ചായിട്ടുള്ള കുഞ്ഞ്, ഒരു 4-5 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞ് വയറ് വിശന്നിട്ട് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണോ, കരയുന്നത് എങ്ങനെയാണോ, അല്ലെ? ആ വേദനയോടുകൂടി വിശപ്പോടുകൂടി വിളിക്കുന്നത് എങ്ങനെയാണോ, അങ്ങനെ വേണം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാനെന്നാണ് ആചാര്യന്മാര് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന ഹരികൃഷ്ണ മഹാമന്ത്രം പോരാ, അല്ലെ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഈ മൂന്നും അതിനകത്ത് ചേർത്ത് വേണം നമ്മള് ഹരികൃഷ്ണ മഹാമന്ത്രം പറയാൻ. അങ്ങനെ പറയുമ്പോ നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ കുറേയൊക്കെ ഒരു വ്യത്യാസം വരും, അല്ലെ? കണ്ണിക്കൊള്ളാവുന്നതൊക്കെ പുരികത്ത് കൊണ്ടുപോകും എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ആക്കും. പക്ഷെ വരേണ്ടത് വരും, അല്ലെ? ഒരു കല്ല് തന്നെ നമ്മൾ തലയിൽ വീഴാൻ ഉള്ള യോഗം ഉണ്ടെങ്കിൽ ആ കല്ല് വന്ന് വീഴും. പക്ഷെ അതിനിടയ്ക്ക് അത് പൊടിച്ച് 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 നല്ല പൊടിയായിട്ട് നമ്മൾ അറിയത്തോലുമില്ല, അല്ലെ? അങ്ങനെയായിരിക്കും. നമ്മുടെ മുൻജന്മ കർമ്മങ്ങൾ അനുസരിച്ച് നാം വിഷമിക്കേണ്ടത് ഉണ്ടാകാം. എല്ലായ്പ്പോഴും ഹരേ കൃഷ്ണ.
ഒന്നുകൂടെ പറയാമോ എങ്ങനെയാണെന്നുള്ളത്? എന്തോ നാമം ചൊല്ലുന്നത് എങ്ങനെ, ഹരേ കൃഷ്ണ ജപിക്കുന്നത് എങ്ങനെയാണ് ഒന്നുകൂടെ നാം പറയാം? പറയാം മാതാജി. ഹരേ കൃഷ്ണ. അതായത് ആചാര്യന്മാര് പറയുന്നത്, നമ്മള് ഒരു കൊച്ചുകുട്ടി, ഒരു 3-4 മാസം പ്രായമായ കുഞ്ഞ്, അതിനൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ. ആ 3-4 മാസം പ്രായമായ കുഞ്ഞ് എങ്ങനെയാണോ വിശന്നിട്ട് പാലിന് വേണ്ടി കരയുന്നത്, ഇപ്പോ ആ സമയത്ത് അമ്മ അടുക്കളയിലായിരിക്കും. ആ അടുക്കളയിലേക്ക് ജോലി ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വെറുതെ ഇരിക്കും, എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അമ്മ പറയും, നീ അവിടെ വെറുതെ ബഹളം ഉണ്ടാക്കാതെ അവിടെ കിടക്കെ എന്ന് പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വിശന്നിട്ട് കരയും. അമ്മമാർക്ക് എല്ലാവർക്കും മനസ്സിലാവണം അല്ലെ. ആ അപ്പൊ വിശന്നിട്ട് കരയുമ്പോ അത് അമ്മയ്ക്ക് പ്രത്യേകം മനസ്സിലാവും, ഓ എന്റെ കുഞ്ഞിന് വിശക്കുന്നു. അമ്മ ഓടി വന്ന് അതിന് പാല് കൊടുക്കും അല്ലെ. അപ്പോ എങ്ങനെയാണോ ആ കുഞ്ഞ് വിശന്നിട്ട് പാലിന് വേണ്ടി ഉറക്കെ കരഞ്ഞത്, അങ്ങനെ വേണം നമ്മള് ജപിക്കാനെന്നാ പറയാം അല്ലെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് വേണം പറയാൻ. ഭഗവാൻ ഓടി വരണം. അമ്മ ഓടി വന്നതുപോലെ ഭഗവാൻ ഓടി വരണം. ഓടി വരുന്ന രീതിയിൽ വേണം നമ്മൾ വിളിക്കാനായിട്ട് അല്ലെ. ഭഗവാൻ ഓടി വന്നിട്ട് എന്താ ചെയ്യാ, നമ്മുടെ നാക്കില് ഡാൻസ് ചെയ്യുമെന്ന് പറയാം. അപ്പോ ആ രീതിയിൽ വേണം നമ്മള് നാമം ജപിക്കാനായിട്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. അപ്പോ അങ്ങനെയാണ് നമ്മൾ നാമം ജപിക്കേണ്ടത്. അല്ലാതെ ആക്കോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ അല്ലാതെ അല്ലെ ഈ 16 റൗണ്ട് എപ്പ തീർക്കും, എങ്ങനെ തീർക്കാൻ പറ്റും എന്നും പറഞ്ഞിട്ടല്ല നമ്മൾ ഒരിക്കലും നാമം ജപിക്കേണ്ടത്. ഒരു റൗണ്ടേ പറഞ്ഞുള്ളൂവെങ്കിലും ആ ഒരു റൗണ്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ വളരെ ഹാപ്പി ആയിരിക്കും എന്നും പറഞ്ഞ് ഇന്ന് മുതൽ ഒരു റൗണ്ട് ആക്കി കളയരുതാരും. എല്ലാവരും 16 റൗണ്ട് ജപിക്കണം. അത് നമ്മള് ശ്രീല പ്രഭുപാദർക്ക് കൊടുത്ത എന്താണ് ഒരു പ്രതിജ്ഞയാണ് അല്ലെ. നമ്മള് 16 റൗണ്ട് എല്ലാ ദിവസവും ജപിച്ചോളൂ. നമ്മൾ എത്രയാണ് ജപിക്കേണ്ടത് ഒരു ദിവസം? 64 മാലയായിരുന്നു ഒരു ദിവസം ജപിക്കേണ്ടത്. പക്ഷെ അത് നമ്മുടെ ഗുരുവായ നമ്മുടെ ശീല പ്രഭുപാദരുടെ ആ ഒരു കൃപ കൊണ്ട്, മേഴ്സി കൊണ്ട് നമുക്കത് 16 തന്നു. എന്തിനാണ്? ബാക്കിയുള്ള സേവകളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ, ഭക്തിപൂർവ്വ സേവ ചെയ്യാൻ വേണ്ടിയാണ് ആ 16 തന്നത്. അതിൽ നമ്മൾ പിന്നെയും വീണ്ടും ഡിസ്കൗണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഓക്കെ, ഹരേ കൃഷ്ണ. നമ്മൾ ചെയ്യേണ്ട മിനിമം അതാണ് അതൊക്കെ. നമ്മുടെ മുൻജന്മ കർമ്മങ്ങൾ അനുസരിച്ച് നാം വിഷമിക്കേണ്ടത് ഉണ്ടാകാം. എല്ലായ്പ്പോഴും ഭഗവാൻ പ്രകൃതി നിയമങ്ങളിൽ കൈകടത്താറില്ല. സ്വാഭാവികമായും നമുക്ക് ഏവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെ. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. എന്താണ്? പരീക്ഷത്തിനെ രക്ഷിക്കാൻ എടുത്ത എന്താണ് ശുഷ്കാന്തി എന്തുകൊണ്ടാണ് ഭഗവാൻ പാണ്ഡവരുടെ 5 കുഞ്ഞുങ്ങളെ രക്ഷിക്കാന് കാണിക്കാത്തത്? നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഈ ഉത്തര ഓടി വന്നപ്പോ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു. ഭഗവാൻ എത്രയും പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ തീർച്ചയായിട്ടും പാണ്ഡവരുടെ ഈ 5 കുട്ടികളെയും കൊല്ലപ്പെടും എന്നുള്ളത് ഭഗവാൻ അറിയാതിരിക്കില്ലല്ലോ. എല്ലാം അറിയുന്ന ആളല്ലേ, ഭാവഗ്രാഹി ജനാർദ്ദൻ അല്ലേ അല്ലെ. ആ ആ എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ദുഷ്ടചിന്ത വന്നപ്പോ തന്നെ ഭഗവാൻ അത്, അശ്വത്ഥാമാവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ദുഷ്ടചിന്ത വന്നപ്പോ തന്നെ ഭഗവാൻ അത് അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. പക്ഷെ എന്തുകൊണ്ട് ഭഗവാൻ അതിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചില്ല എന്ന് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഭഗവാനോടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പാടില്ല എങ്കിൽ നമുക്കത് വന്നു പോകും. അത് സ്വാഭാവികമാണ്. എല്ലാം പറഞ്ഞില്ലേ. ഭഗവാന്റെ ലീലകളില് ഇവരെല്ലാവരും ഗോലോകവും വൃന്ദാവത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവർക്ക് എല്ലാവർക്കും ഓരോ റോൾ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ആടിയിട്ട് അവർ തിരിച്ചു പൊക്കോളും. ഭഗവാൻ തിരിച്ചു കൊണ്ടുപോക്കോളും അവരെ. നമുക്ക് വേണ്ടിയാണ് അവർ ഈ ലീലകളൊക്കെ ആടുന്നത് അല്ലെ. പക്ഷേ ഇവിടെ മറ്റൊരു കാരണമുള്ളത്, പരീക്ഷത്തിനെ രക്ഷിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഭാഗവതം കിട്ടുകയുള്ളൂ. പരീക്ഷത്ത് എന്ന് പറയുന്നത് അത്രയും ഉത്തമനായിട്ടുള്ള ഒരു ഭക്തനാണ്. ആ ഭക്തനാണ് വരാൻ പോകുന്നത്. ആ ഭക്തനാണ് ഉത്തരയുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം അല്ലെ. അപ്പൊ ബാക്കിയുള്ള കഥകളൊക്കെ അതുപോലെ നടക്കണമെങ്കിൽ ആര് ഉണ്ടാവണം? പരീക്ഷത്ത് ജീവിച്ചിരിക്കണം. അതിനു വേണ്ടിയാണ് ഭഗവാൻ അല്ലെ പരീക്ഷത്തിനെ രക്ഷിച്ചത്. നമ്മൾ അതിൽ കൂടുതൽ കൂലങ്കഷമായി ചിന്തിച്ച് നമ്മൾ കൊച്ചു മനസ്സ് വിഷമിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ. നമ്മള് ചിലപ്പോൾ ചിന്തിക്കും, ഞാനൊരു വലിയ ഭക്തനാണ്, എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് തോന്നുന്നതാണ് എന്ത്? നമ്മൾ വലിയ ഭക്തനാണ്. ചുമ്മാതെയാണ്.
ഹരേ കൃഷ്ണ. പക്ഷേ നാം ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും നമ്മളൊന്ന് ഒന്നൊന്നര ഭക്തന്മാരാണ് അല്ലേ? പക്ഷെ നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അത് ആർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ? ഭഗവാന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ലോകത്തുള്ള ബാക്കി എല്ലാ ആൾക്കാരെയും പറ്റിക്കാൻ പറ്റും അല്ലേ? പക്ഷെ ഭഗവാനെ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര ഭക്തന്മാരാണ് അല്ലേ? ഭക്തന്മാരാണ് സ്വയം ചിന്തിക്കുന്നത്. അങ്ങനെ എപ്പോ തോന്നുന്നോ തീർച്ചയായിട്ടും അങ്ങേരെ മായ പിടിച്ചിട്ടുണ്ടോ എന്ന് തൊട്ടടുത്തിരിക്കുകയല്ലേ, എപ്പോ പിടിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മായ ഒരു ഒറ്റ പിടുത്തമായിരിക്കും. പിന്നെ ഈ ഭാഗവതം ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുവാണ് നമ്മളെല്ലാവരും അല്ലെ? നമ്മൾ എന്നാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അന്ന് തൊട്ട് നമുക്ക് സ്വാഹയായിരിക്കും. കാര്യം എന്താണ്? മായാദേവി നമ്മളെ ആക്രമിച്ചിരിക്കും. അതിനുള്ളൊരു അവസരം കൊടുക്കാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഈർഷ്യാബോധങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയാം. അപ്പോ നമ്മൾ എന്താ വിചാരിക്കാം? നമ്മൾ വലിയ ഭക്തന്മാരാണ്. പക്ഷെ നാം ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഒരു ദിവസം ചിലപ്പോ ഗുരുവിന്റെ കൃപയാലും മറ്റു മുതിർന്ന വൈഷ്ണവരുടെ കൃപയാലും നമുക്കും ആ ലെവലിൽ എത്താൻ പറ്റുമായിരിക്കാം അല്ലെ? അതിനുവേണ്ടി വേണം നമ്മൾ ശ്രമിക്കാനും പ്രാർത്ഥിക്കാനും. പ്രഭുപാദർ എപ്പോഴും പറയും എന്താണ്? നമുക്ക് എന്തുമാകാൻ സാധിക്കും, നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ എൻഡവർ നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. ആ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് സാധിക്കും. ആ ലെവലിൽ എത്താൻ പറ്റുമായിരിക്കും. അതാണ് പ്രഭുപാദ് പറയുന്നത്. നമുക്ക് സാധിക്കാത്തത് ഒന്നും തന്നെയില്ല, എല്ലാം നമുക്ക് സാധിക്കും. ഒരു ആധ്യാത്മിക ഗുരു തന്റെ ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തെക്കാൾ ഉയരണമെന്നാണ് ചിന്തിക്കുന്നത്. ഒരു എന്താണ് യഥാർത്ഥ ആധ്യാത്മിക ഗുരു അല്ലെ? അദ്ദേഹം സ്വന്തം ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തിനെക്കാൾ ഉയരണമെന്നാണ് എപ്പോഴും ചിന്തിക്കുക അല്ലെ? ഒരു ശിഷ്യൻ അങ്ങനെ എന്തെങ്കിലും നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ ഗുരു വളരെ സന്തോഷവാനാണ്. അദ്ദേഹത്തിന് ഉള്ളാലും ഭയങ്കര സന്തോഷവാനാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രഭുപാദർ. ചില സമയങ്ങളിൽ ശിഷ്യന്മാർ പുസ്തക വിതരണത്തിന് വളരെയധികം സേവ ചെയ്യുമ്പോൾ പ്രഭുപാദ് പറയും, ഭക്തിവിനോദ് ഠാക്കൂർ വളരെയധികം സന്തോഷിച്ചിട്ടുണ്ടാവും അല്ലെ? അദ്ദേഹം തീർച്ചയായിട്ടും സന്തോഷവാനാകും. ആരെ? ഭക്തിവിനോദ് ഠാക്കൂർ അല്ലെ? എന്റെ ഗുരു മഹാരാജ് തീർച്ചയായും നിന്നിൽ അതീവ തൃപ്തനായിരിക്കും. ഇങ്ങനെ നമ്മുടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറയുന്ന എന്റെ ഗുരുമഹാരാജും തീർച്ചയായും നിന്നില് അതീവ തൃപ്തനായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം പറയും, ഭക്തിവിനോദ് ഠാക്കൂർ പേഴ്സണലി വന്ന് നിന്നെ ഭഗവത് ധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അല്ലെ? അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെയുള്ള ആചാര്യന്മാർക്കൊക്കെ തന്റെ ശിഷ്യന്മാര് അവരെക്കാളും വലുതാവുന്നത് കാണാനായിട്ട് വളരെ സന്തോഷമാണ് അല്ലെ? അവർക്ക് അതിൽ അസൂയയോ കുശുമ്പോ ഒന്നും ഉണ്ടാവില്ല. അതാണ് യഥാർത്ഥ ഭക്തന്മാർ, ശുദ്ധ ഭക്തന്മാർ. ഓക്കെ. ഭഗവാൻ ഭക്തവത്സലനാണ്, ഗുരുവാണെങ്കിലോ ശിഷ്യവത്സലനാണ്. അപ്പൊ ഭഗവാൻ എന്താണ്? ഭക്തവത്സലനും ഗുരുവോ ആത്മീയ ഗുരു ശിഷ്യവത്സലനുമാണ്. ഇവിടെ പ്രഭുപാദ് ബ്രഹ്മാസ്ത്രത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ? നമ്മൾ ഈ ഭാവാർത്ഥത്തിൽ വായിച്ചായിരുന്നു. ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് അല്ലെ? ഒരുപാട് നാശം ഉണ്ടാക്കും. നമ്മൾ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ? നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു ബ്രഹ്മാസ്ത്രം അതിന്റെ 100 ഇരട്ടി നാശം ഉണ്ടാക്കും. അപ്പോൾ ഇപ്പൊ നമ്മൾ കണ്ട ആറ്റം ബോംബിന്റെയൊക്കെ അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബിന്റെയൊക്കെ നാശനഷ്ടങ്ങൾ എന്തുമാത്രം ഉണ്ടായോ, ഒരൊറ്റ ബ്രഹ്മാസ്ത്രം കൊണ്ട് അതിന്റെ 100 ഇരട്ടി നാശങ്ങള് വിതയ്ക്കാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും അല്ലെ? അതാണ് ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. പക്ഷേ ബ്രഹ്മാസ്ത്രം എന്തുകൊണ്ടാണ് നിയന്ത്രിച്ചിരിക്കുന്നത്? മന്ത്രം കൊണ്ടാണ് നിയന്ത്രിച്ചിരിക്കുന്നത് അല്ലെ? ഇങ്ങനെ വെച്ചിട്ട് ആ മന്ത്രം ഉരുവിടുമ്പോഴാണ് അത് പോയി ബാക്കി ഹനിക്കുന്നത് അല്ലെ? കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. പക്ഷേ ബ്രഹ്മാസ്ത്രം അപ്പൊ അങ്ങനെ വരുമ്പോൾ ബ്രഹ്മാസ്ത്രം നമുക്ക് വേണമെങ്കിൽ ഒരു ഗൈഡഡ് മിസൈൽ ആണെന്ന് പറയാം. നമ്മൾ ഒരു മിസൈൽ വിടുന്നു, പക്ഷെ അതിന് ഒരു ഗൈഡ് ഉണ്ട്. അതായത് അതിനെ നിയന്ത്രിച്ചാണ് വിടുന്നത്. ആരെയാണോ നശിപ്പിക്കേണ്ടത് അവരെ മാത്രമേ നീ തൊടാൻ പാടുള്ളൂ, വേറെ ആരെയും തൊടാൻ പാടില്ല അല്ലെ? ആരെയൊക്കെയാണോ നശിപ്പിക്കേണ്ടത് അവനെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ. ഇവിടെ അശ്വത്ഥാമാവ് എന്താ ചെയ്തത്? അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു അല്ലെ? 1, 2, 3, 4, 5, 6 അല്ലെ? ഈ 6 പേരെയും മനസ്സിൽ കണ്ടിട്ട് 5 പാണ്ഡവരും
അല്ലെ, ഉത്തരയുടെ ഗർഭത്തിലുള്ള പരീക്ഷിത് മഹാരാജു, അല്ലെ. പക്ഷേ ഭഗവാന്റെ സുദർശന ചക്രം അവരെ അതിൽ നിന്ന് രക്ഷിച്ചു. ഭഗവാന്റെ സുദർശന ചക്രം വരിക എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം അതിന്റെ താഴെ വരുത്തുള്ളൂ. എത്രയൊക്കെ ബലവാനാണെങ്കിലും, എത്രയൊക്കെ ശക്തിശാലിയുമായിട്ടുള്ള ആയുധങ്ങളാണ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നതെങ്കിലും ഭഗവാന്റെ, അല്ലെ, എന്താണ് അതിന് ഭഗവാന്റെ ആ ഒരു അതിന് ചക്രത്തിന് മുമ്പേ, സുദർശന ചക്രത്തിന് മുമ്പേ ഇതൊന്നും തന്നെ ഒരു ഫലവും ഉണ്ടാവില്ല. അതാണ് ഭഗവാന്റെ സുദർശന ചക്രത്തിന്റെ പേര്. സുദർശന ചക്രം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കാണുന്ന പോലെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നതല്ല. അതും ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ വിളിക്കുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. നമ്മൾ ഈ പടത്തിലൊക്കെ കാണുന്ന പോലെ എപ്പോഴും ഭഗവാൻ ഇങ്ങനെ ഈ കയ്യിലിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുകയല്ല. എപ്പോഴാണോ സുദർശന ചക്രത്തിന് ആവശ്യം വരുന്നത്, അദ്ദേഹം അപ്പോൾ സുദർശന ചക്രത്തിനെ വിളിച്ചു വരുത്തുകയാണ്. ഹിസ് ഓൾസോ എ പേഴ്സൺ, അല്ലെ, ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തുമ്പോഴാണ് അദ്ദേഹം വരുന്നത്, അല്ലെ. നമ്മൾ ഈ പടത്തിലേ കാണുന്നില്ല എപ്പോഴും ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട്, അങ്ങനെ ഒരിക്കലും അല്ല. ഭഗവാന്റെ അതീന്ദ്രിയത്വം സുദർശന ചക്രം വിടുന്നതിന് മുമ്പേ, അപ്പൊ ഇവിടെ ഭഗവാൻ സുദർശന ചക്രം വിടുന്നതിന് മുമ്പേ ഭഗവാന്റെ അതീന്ദ്രിയത്വം തെളിയിക്കാനായി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞ അദ്ദേഹം? ഞാനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ മാത്രമേ ഈ കുഞ്ഞ് സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന്. അല്ലെ, എന്തിനാ അങ്ങനെ പറഞ്ഞേ? നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക്, അല്ലെ, മന്ദബുദ്ധികളായിട്ടുള്ള ആൾക്കാർക്ക് കാണിച്ചു തരികയാണ് എന്ത്? ഭഗവാനും രാധാറാണിയും മറ്റു ഗോപികമാരുമായുള്ള പ്രേമലീലകളൊന്നും ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്, അല്ലെ. അത് പല പ്രാവശ്യം ഭഗവാൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലെ. ഇതിനു മുമ്പേ ഒരു കഥയും വൃന്ദാവനത്തിലെ ഒരു കഥയിലും ഉണ്ട്. ഞാൻ ആ പേരുകളൊക്കെ മറന്നുപോയി, അല്ലെ. കുറെ ഗോപികമാര് ഒരു കടത്ത് കടന്നിട്ട് അപ്പുറത്ത് വശത്ത് ചെല്ലുകയും അവർക്ക് അവരുടെ കാര്യപരിപാടികളെ കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റാതെ വരുമ്പോ കാര്യം വള്ളവുമില്ല, ഭയങ്കര മഴയും വെള്ളപ്പൊക്കവുമായി അവർക്ക് തിരിച്ച് റിവർ കടന്നിട്ട്, അല്ലെ, ആ നദി കടന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, ഇക്കരയ്ക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോ ഒരു ഋഷിവര്യൻ അവിടെ വരികയും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്, അല്ലെ, നിങ്ങൾ അവിടെ പോയി ആ കരയിൽ പോയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മചാരിയാണെങ്കിൽ, നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ ഞങ്ങൾക്ക് വഴി തരൂ എന്ന് പറയും. അങ്ങനെ പറഞ്ഞതും ആ നദി രണ്ടായി മാറുകയും അവർക്ക് അതിനകത്തൂടെ നടന്നു വരികയും ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കഥയുണ്ട്, അല്ലെ. അപ്പൊ ഈ കഥകളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? ഭഗവാൻ ഇങ്ങനെയൊക്കെ ലീലകളൊക്കെ ആടുന്നുണ്ടെങ്കിലും, അല്ലെ, അദ്ദേഹം എപ്പോഴും നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു കഥയും കൂടെയാണ്, അല്ലെ. അപ്പൊ ഇവിടെ അത് പറയുന്നുണ്ട്, ഭഗവാനും രാധാറാണിയും മറ്റു ഗോപികമാരുമായുള്ള പ്രേമലീലകളൊന്നും ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ അല്ല എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഭഗവാൻ ആ ഒരു കാര്യം കൂടെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുവിന് ടൈമായി ഉണ്ടാവൂലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രഭു. ഈ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഇതിലേതാ ശരി? രണ്ടും ഒരുപോലെയല്ലേ മാതാജി പറഞ്ഞേ? അല്ല, ഞാൻ പറഞ്ഞത് ഓക്കെയാണ്. പക്ഷെ എന്നോട് ഒരു പ്രഭു പറഞ്ഞായിരുന്നു രാമ എന്ന് പറയരുത്, രാം എന്ന് മാത്രമേ പറയൂ. ഞാൻ ആദ്യം രാമ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ഇതില് രണ്ടും ഒരുപോലെയാണെന്ന് പ്രഭു പറഞ്ഞു, വേറൊരു പ്രഭുവും പറഞ്ഞു. പക്ഷെ എനിക്ക് ആകെ ഇപ്പോഴും കൺഫ്യൂഷനാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. രാമെന്ന് പറയാൻ പാടില്ല എന്നാണോ ചോദിച്ചത്? അതുകൊണ്ടാ. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് അതിന്റെ ടെക്നിക്കലായിട്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, ആൾക്കാരെ എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ. നമുക്ക് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മാതാജി അങ്ങനെ തന്നെ പറഞ്ഞോളൂ. അല്ല, അപ്പൊ അങ്ങനെ ഞാൻ ക്ലാസ്സില് ഇതുപോലെ ചൊല്ലിയപ്പോ എന്നെ വഴക്ക് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറയരുത് ഇനി ഇങ്ങനെ. അപ്പൊ ഞാൻ അതിനുശേഷം ഇപ്പോഴും രാം എന്ന് മാത്രം പറഞ്ഞു. കാരണം ഒരിക്കൽ രാമ പിന്നെ ഒരിക്കൽ രാം, രണ്ടും കൂടി എനിക്ക് മിക്സ് ആയിട്ട് എനിക്ക് ഒന്നും കിട്ടാണ്ടാവും. അപ്പൊ ഞാൻ രാം തന്നെ പറയുന്നുണ്ട്. പിന്നെ കൃഷ്ണ. പറയൂ പ്രഭു. അതില് നമ്മള് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ
ആ ആ ഡിവോട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അറിഞ്ഞിടാത്ത കാര്യം എന്തെങ്കിലും ആയിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഉം. പക്ഷെ എനിക്കത് അറിയില്ല മാതാജി. പക്ഷെ നമ്മൾ ഇങ്ങനെ ജപിച്ചാൽ മതി. പിന്നെ ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ഭാവമാണ്. നമ്മൾ ആ ഏത് അതെ. ഭാവത്തിലാണ് ഭജിക്കുന്നതെന്ന്. ഞാനൊരു ഉദാഹരണം പറയാം. ഓക്കെ. ഞാന് ഇറാനിൽ പോയിട്ടുണ്ട്. ഇറാൻ എന്ന് ആ പറയുന്ന രാജ്യത്ത് പോയിട്ടുണ്ട്. അവിടെ അതെ. ചെന്നപ്പോ എനിക്ക് അവിടെ ഒരു വലിയ സ്വീകരണമൊക്കെ കിട്ടിയായിരുന്നു. കുറെ ഭക്തന്മാരുമായിട്ട്. അവിടെ കംപ്ലീറ്റ് മുസ്ലിങ്ങളാണ്. അവിടെ കൃഷ്ണൻ ആരാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. പക്ഷെ ഞാനൊരു മുറി ചെന്നപ്പോൾ അവിടെ ഒരു 10-60 ആൾക്കാർ എല്ലാം വൈഷ്ണവ ഡ്രസ്സിൽ ഇരുന്നിട്ട് ഹരികൃഷ്ണ മഹാമന്ത്രം പറയുന്നുണ്ടായിരുന്നു. അവര് പറയണത് ഇങ്ങനെയാണ് പറയുന്നത്: ഹരേ കൃഷ്ണ കരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാമ 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 ഹരേ ഹരി. ഇങ്ങനെയല്ല, അതിനെക്കാളും വളരെ മോശമായിട്ടാണ് പറയുന്നത്. അപ്പോ ഞാൻ കുറെ നേരം ആലോചിച്ചു ഇവരെന്താ ഈ പറയുന്നതെന്ന് കേൾക്കാനായിട്ട്. എനിക്ക് തൊട്ടടുത്ത് നിന്നിട്ട് പോലും മനസ്സിലായില്ല എന്താ പറയണം. കാരണം കിച്ചണ എന്നേ പറയത്തുള്ളൂ. കൃഷ്ണ എന്ന് പോലും അവർക്ക് അറിയത്തില്ല. കാരണം നമുക്ക് ഇന്ത്യക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് കൃഷ്ണ എന്ന് കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ പറ്റുന്നത്, അല്ലെ? രാമ എന്ന് ഉച്ചരിക്കാൻ പറ്റുന്നത്. അത് നമ്മൾ അതുപോലെ ഭംഗിയായിട്ട് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ ഈ ഇറാനിൽ ചെന്നപ്പോൾ അങ്ങനെയുള്ളവര് അവിടെ വെച്ചിട്ട് അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഭഗവാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഭഗവാൻ ഒരു കുഴപ്പമില്ല. കാര്യം എന്താണ്? അവരങ്ങനെ അത്രയും ഭാവത്തോടു കൂടി ആത്മാർത്ഥതയോടു കൂടിയാണ് പറയുന്നത്. ഭഗവാൻ വിചാരിക്കുന്നത് ഇപ്പോ എന്താണ്, അവര് എന്ത് പറയുന്നു എന്നല്ല, ഏത് ഭാവത്തിൽ പറയുന്നു എന്നാണ് അവർ. അപ്പൊ അത് അത് നോക്കിയാൽ മതി മാതാജി. മാതാജി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് മഹാമന്ത്രം പറഞ്ഞോളൂ. ഹരികൃഷ്ണ. മാതാജി എന്തെങ്കിലും പറയുന്നുണ്ടോ? മാതാജി പറയുന്നുണ്ട്. ഹരേഷ്ണ മ്യൂട്ട്. മാതാ ഇനി പ്രഭു അല്ല, ഒരു മാതാജി ഇതുപോലെ ക്ലാസ് എടുത്തപ്പോ അപ്പൊ അവര് പറഞ്ഞു ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാം 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 ഹരേ ഹരേ. കൃഷ്ണ കൃഷ്ണ എന്ന് പറയരുത്, കാരണം കൃഷ്ണ പറഞ്ഞ ദ്രൗപദിയാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എന്നാ പറയാൻ പാടുള്ളൂ. അപ്പൊ ഇതും ഇപ്പൊ അങ്ങനെ തന്നെ ചെല്ലണം. കൃഷ്ണ ഒന്നും നീട്ടില്ല. അതിൽ നമ്മൾ മാത്രമേ ഉണ്ടല്ലോ, നാക്ക് മാത്രമേ ഉണ്ട് കൃഷ്ണ, ആക്കി മാത്ര. അപ്പൊ ആ മാത്ര കട്ട് ചെയ്തിട്ട് കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ അങ്ങനെയാണ് ഞാനിപ്പോ ചൊല്ലുന്നത്. അപ്പൊ അതന്നെ. അപ്പൊ അങ്ങനെ ചെല്ലരുത്. അത് ഒരു പ്രഭു പറഞ്ഞത്, അയ്യോ നിങ്ങൾ നരകത്തിൽ പോയി അങ്ങനെയൊക്കെ ചെല്ലുക പറഞ്ഞു. ശരി, ഓക്കെ. പക്ഷെ ഞാൻ അതിശേഷം ഇപ്പൊ ഇങ്ങനെ മാത്രമേ ചെല്ലുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രഭുവിനോട് ചോദിക്കാനുള്ള കാരണം. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ പ്രഭു? ഒരു കുഴപ്പമില്ല മാതാജി. മാതാജി വളരെ സന്തോഷമായിട്ട് ജപിച്ചോളൂ. ഓക്കെ. മാതാജി പറഞ്ഞത് കറക്റ്റാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാല് ദ്രൗപദിയുടെ മറ്റൊരു പേരാ. പക്ഷെ നമ്മൾ അതെ അതല്ലല്ലോ, ദ്രൗപദി അല്ലല്ലോ മനസ്സിൽ കാണുന്നത്. നമ്മൾ അതെ കാണുന്നത് അതെ ഭഗവാനെ അല്ലേ? നമ്മൾ അതെ അതെ. ഭഗവാനെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഭാവഗ്രാഹി ജനാർദ്ദനൻ അത് കണ്ടോളൂ. ഉം. മനസ്സിലായില്ലേ? നമ്മൾ ആ ഒരു ഭാവത്തോടു കൂടി ചെയ്താൽ മതി മാതാജി. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല, ഏത് ഭാവത്തോടു കൂടി ചെയ്യുന്നു എന്നാണ് ഭഗവാൻ നോക്കുന്നത്. അപ്പോ ഓക്കെ പ്രഭു. നമ്മള് ഭഗവാനെ മനസ്സിൽ കണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ അതിലൊരു അല്പ തെറ്റ് പറ്റിയാലും ഭഗവാൻ അതങ്ങ് ക്ഷമിച്ചോളൂ. ഉം. കേട്ടോ? അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വിഷമിച്ച് ജപിക്കാതിരിക്കരുത്. ഓക്കെ. തീർച്ചയായിട്ടും സന്തോഷമായിട്ട് ജപിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, ഹരേ താങ്ക് യു. കൃഷ്ണ. രണ്ട് ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രഭു. ഞാൻ ചിന്തിച്ച എങ്ങനെയാണെന്നറിയാം പ്രഭു, നമ്മുടെ അമ്മയൊക്കെ ചിലപ്പോ നമ്മൾ അമ്മേ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് എല്ലാ അമ്മ തന്നെ ഇല്ലയോ? നമ്മൾ എങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വിളിച്ചെങ്കിലും എന്ന് പറയുന്ന ആ പോലെ ഭഗവാനെ എങ്ങനെ വിളിച്ചാലും ഭഗവാൻ തന്നെ, ഭഗവാനെയാണല്ലോ നമ്മൾ മനസ്സിൽ കാണുന്നത്. അപ്പം ആ എങ്ങനെ തീർച്ചയായിട്ടും വിളിച്ചാലും അത് ദൈവം സ്വീകരിക്കുന്ന എന്റെ വിചാരം. തീർച്ചയായിട്ടും. ആ ഹരേ കൃഷ്ണ ആ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ അതേപോലെ കൃഷ്ണ. നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഈ അപരാധങ്ങളെല്ലാം പൊറുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ലാസ്റ്റും ഫസ്റ്റും ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ യെസ്, അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് തീർച്ചയായിട്ടും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന അപരാധം എല്ലാം അവര് പൊറത്തോടും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാതാജിക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ പറയുമ്പം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇത് പറഞ്ഞാൽ മതി മാതാജി, വേറെ ഒന്നും യെസ്, വിചാരിക്കാനില്ല. തീർച്ചയായിട്ടും. ഹരേ നമ്മൾ ആ കൃഷ്ണ. പഞ്ചതത്വ മന്ത്രം പറയുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല്, നമ്മള് ചിലപ്പോ എന്താണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം എന്നല്ലേ പറയാ. അറ്റ്ലീസ്റ്റ് ആ 9 വിധ ഭക്തിയില് ഈ 3 നമ്മള് എന്താ ചെയ്തിരിക്കണമെന്നാണ്, അല്ലെ? അപ്പോ എന്താണ് വിഷ്ണു സ്മരണത്തിന് പകരം നമ്മുടെ മനസ്സിൽ എന്തെല്ലാം സ്മരണകളാണ് വരിക, അല്ലെ? അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റാണ്, അപരാധമാണ്. അതെല്ലാം എന്താണ് പഞ്ചതത്വം അത് അങ്ങ് കയ്യിലെടുത്തിട്ട് അവരത് ശുദ്ധീകരിച്ച് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കും എന്നാണ് പറയുക. അതിനുവേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജാമ്യം എടുക്കണം. ആദ്യമേ ജാമ്യം എടുക്കണം. നമ്മളറിയാം നമ്മൾ തെറ്റ് ചെയ്യും, അല്ലെ? അത് മനുഷ്യരായതുകൊണ്ടാണ്. കലിയുഗത്തിൽ അത് ഇല്ലാതിരിക്കില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം സ്വാഭാവികമാണ്. അതിനൊക്കെയുള്ള മരുന്നും നമുക്ക് ഭഗവാൻ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മനജി ഇപ്പൊ പറഞ്ഞതുപോലെ, അല്ലെ,
ആ പഞ്ചതത്വം നമ്മൾ ആദ്യമേ പറയുന്നു, ആദ്യവും അവസാനം നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അത് പറയുമ്പോൾ തന്നെ അവരതങ്ങ് എടുത്തിട്ട് നമുക്കൊരു പ്രശ്നവും വരാത്ത രീതിയിൽ അത് ശുദ്ധീകരിച്ച് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കും. തീർന്നില്ലേ? ഇനി നമ്മൾ എങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇവിടെ. അതായത് നമ്മുടെ ഭാഗവത്തിൽ തന്നെ ഒരു ശ്ലോകമുണ്ട്. സാങ്കേത്യം പാരിഹാസ്യം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം. അതിന്റെ മുഴുവൻ എനിക്ക് അറിയത്തില്ല, മറന്നുപോയി. അതിലെ പറയുന്നത് വെച്ചാല്, സാങ്കേതികമായിട്ട് നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞാലും അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞാലും അവർക്ക് അതിന്റെ ഉപയോഗം കിട്ടണം. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു കുറിയൊക്കെ ഇട്ടിട്ട്, കണ്ടിമാലയൊക്കെ ഇട്ടിട്ട്, ഒരു മാലയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാല് അവർ ചോദിക്കും, ഹരേ കൃഷ്ണക്കാരാ? ഓ, നിങ്ങളെല്ലാവരും ഹരേ കൃഷ്ണ ആണല്ലേ? അവര് വളരെ മോശമായിട്ട്, വളരെ വൃത്തിഹീനമായിട്ട് നമ്മൾ പരിഹസിച്ചുകൊണ്ട്, ഓ നടക്കുന്ന കണ്ടില്ലേ എന്നുള്ള നിലയിലാണ് അവർ നമ്മളോട് പറഞ്ഞതെങ്കിലും അവരിപ്പോ എന്താ പറഞ്ഞത്? ഹരേ കൃഷ്ണക്കാരാ, ഹരേ കൃഷ്ണ എന്ന് അവൻ അങ്ങനെയെങ്കിലും ഉച്ചരിച്ചല്ലോ അല്ലെ. നമ്മളെക്കാളും കൂടുതൽ പുണ്യം അവനാണ് കിട്ടുന്നത്. അതാണ് ഭഗവാൻ. അങ്ങനെയെങ്കിലും ഒരുത്തൻ അങ്ങനെ പറഞ്ഞാൽ അവനെ രക്ഷിക്കാൻ നടക്കുന്ന ആളാണ് നമ്മുടെ ഭഗവാൻ. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് എങ്ങനെയോ ആയിക്കോട്ടെ അല്ലേ, രാമാന് നീട്ടിയോ കൃഷ്ണാന് നീട്ടിയോ പറഞ്ഞാലും നമ്മൾ എന്ത് ആത്മാർത്ഥയും ഭാവത്തോടു കൂടിയാണ് പറയുന്നത്, അതിന് എന്തുമാത്രം എഫക്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് ഇപ്പൊ ആലോചിക്കാം അല്ലേ. എന്റെ ശ്ലോകമല്ല, ഭാഗവത്തിലുള്ള ഭഗവാൻ പറഞ്ഞ ശ്ലോകമാണ് അല്ലേ. കാര്യം അതിനൊക്കെ സത്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഹരേകൃഷ്ണ മഹാമന്ത്രം പറയുന്നുണ്ടോ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിന്റെ അപ്പുറത്ത് മറിച്ചു വയ്ക്കാനായിട്ട് മറ്റൊരു മന്ത്രം ഈ കലിയുഗത്തിൽ ഇല്ല. ഹരേർനാമ 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 ഇവ കേവലം കലവും നാസ്തേവ 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 ഗതിരന്യത. മറ്റൊരു ഗതിയും നമുക്ക് ഉണ്ടാവില്ല ഹരകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് ഹരകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞോളൂ. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. പ്രഭുജി ഒരു ചോദ്യം, പ്രണാമം. അതായത് ഇപ്പൊ നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രാണല്ലോ ഏറ്റവും ഉയർന്നത്. അതെ. അപ്പൊ പിന്നെ നമ്മള് ഗായത്രി, ഇപ്പൊ ഇത് ബ്രാഹ്മണിക്ക് പരീക്ഷ എടുക്കുമ്പോ ഗായത്രി ചൊല്ലണില്ലേ, അതെന്തിനാ അങ്ങനെയാണെങ്കിൽ? ഗായത്രി ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അത് ബ്രാഹ്മണർക്ക് മാത്രം പറഞ്ഞിരിക്കുന്നതാണ് മഹാരാജി. അത് ബ്രാഹ്മണരുടെ ആ ഉന്നമനത്തിനും ആ ബ്രാഹ്മണരുടെ അതിലേക്ക് നിർത്താനും വേണ്ടിയുള്ളതാണ് ഗായത്രി മന്ത്രം. അത് ബ്രാഹ്മണർക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു മന്ത്രമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് അത് പറയുന്നുണ്ട്. ഓക്കെ, ട്രാൻസ്ജെൻഡറിലാണല്ലോ. അതുണ്ട്. പക്ഷെ ബ്രാഹ്മണരുടെ കുറെ ക്വാളിറ്റീസ് ഉണ്ട്, ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ. അത് ഗായത്രി നിലനിർത്താൻ വേറെ വേണ്ടിയാണ് വേണോ? അതിനാണ് ഗായത്രി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ ഗായത്രി ഹരേ സെന്റർലി ഡിഫറെന്റ്. അത് ഹരികൃഷ്ണ മഹാമന്ത്രമായിട്ട് ബന്ധമില്ല മഹാരാജ്. അല്ല, അപ്പൊ ഹരികൃഷ്ണ അതെന്തിനാണ്? മഹാമന്ത്രം പറയുന്നത് നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ് ഓക്കെ. അല്ലെ, ആത്മാവിനും ഭഗവാനും വേണ്ടിയാണ്. ഗായത്രി പറയുന്നത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അതായത് ഒരു ബ്രാഹ്മണൻ എങ്ങനെ ആയിരിക്കണം, ബ്രാഹ്മണൻ എന്തൊക്കെ ആയിരിക്കണം, ബ്രാഹ്മണന് അത് എല്ലാം എന്താണ് അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഗായത്രി മന്ത്രം പറയുന്നത്. ഹരേ എനിക്ക് കൃഷ്ണ. മനസ്സിലായില്ലേ അവരെ പറയണത്, എന്നാലും അയ്യോ, നിക്ക് മനജി, ബ്രാഹ്മണർക്ക് കുറെ ക്വാളിറ്റീസ് ഉണ്ട്, കുറെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അത് നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ അവർ കുറെ കാര്യങ്ങള് നിഷ്ഠയായിട്ട് അനുവർത്തിച്ചു വന്നേ പറ്റുള്ളൂ. അതെ, മനസ്സിലായില്ലേ? അവര് എത്രയോ പ്രാവശ്യം കുളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്, എത്രയോ അവരെപ്പോഴാണ് എണീക്കേണ്ടതെന്ന് പറയുന്നു, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അതിലൊരു കാര്യമാണ്, അതിൽ വർത്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഗായത്രി മന്ത്രം. അത് അത് അവർ മാത്രം അനുഷ്ഠിച്ചാൽ മതി, വേറെ ആരും ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ആരും ചെയ്യാനും പാടില്ല. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലുമ്പോഴും നമ്മളും അതൊക്കെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ പ്രഭു. ബാത്റൂമിൽ പോയി വന്നാൽ കുളിച്ചിട്ട് വരിക, നമ്മൾ അങ്ങനെയൊക്കെ ഹരേകൃഷ്ണ നമ്മളും മഹാമന്ത്രം ചെയ്യുന്നു. പറയുന്നത് നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ്, നമ്മൾ ഭഗവാനായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനാണ്. ഓ, ഹരേ കൃഷ്ണ. വൈഷ്ണവ അല്ല, ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ഹീസ് ഹാവിങ് എക്സ്ട്രാ ക്വാളിറ്റീസ്, എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ്, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ്. അവര് അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ അവരെ കുറെ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാണ് ഗായത്രി മന്ത്രം. അതായത് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മന്ത്രത്തിന് മുകളിലല്ല, അങ്ങനെ നമ്മൾ ധരിക്കരുതല്ലേ? ഒരിക്കലും മുകളിലല്ല. ഹരേ കൃഷ്ണ. അല്ല, നമ്മളിപ്പോ രാവിലെ എണീറ്റ് കാപ്പി കുടിക്കില്ലേ? നമ്മൾക്ക് വിചാരിച്ചൂടെ, നമ്മൾ ഹരികൃഷ്ണ മഹാമന്ത്രം പറയുന്നുണ്ടല്ലോ, എന്തിനാ കാപ്പി കുടിക്കണം ഇല്ലേ? അത് മതിയാവോ? ഇല്ല. ഹരേകൃഷ്ണ മഹാമന്ത്രം പറയുന്നത് വേറെയാണ്, കാപ്പി കുടിക്കുന്നത് വേറെ കാര്യത്തിനാണ് അല്ലേ. അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ അതുപോലെയാണ് ഗായത്രി മന്ത്രം നമ്മൾ പറയുന്നത്. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. അതായത് നമ്മൾ ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറെ കാര്യങ്ങൾ അനുവർത്തിക്കേണ്ടതുണ്ട്.
അതിൽ ഒരു കാര്യമാണ് ഈ ഗായത്രി മന്ത്രം. കാര്യം ഒരു നിഷ്ഠ വരണം, ഒരു എന്താണ് ഒരു എന്താ പറയാ ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കണം. പിന്നെ അവര് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയാണ് അതൊക്കെ കുറെ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. അതിലൊരു കാര്യമാണ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ പ്രഭു? ചോദിച്ചോളൂ. അതായത് നമ്മൾ പറയുന്നത് ബ്രാഹ്മണരെക്കാളും മുകളിലാണ് വൈഷ്ണവരെന്നല്ലേ? തീർച്ചയായിട്ടും അപ്പൊ പിന്നെ ഒരു ബ്രാഹ്മണക്കാരുടെ മുകളിലാണ് ബ്രാഹ്മണിക്കൽ വൈഷ്ണവർ. ക്വാളിറ്റീസ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും എന്നല്ലേ, വൈഷ്ണവർക്ക് ഉണ്ടാവും എന്നല്ലേ അതിന്റെ അർത്ഥം? അതെ, ഉണ്ട്. പക്ഷേ അപ്പൊ പിന്നെ ഡയറ്റി വർഷിപ്പ് ചെയ്യണമെങ്കിൽ ആസ് പെർ ദ റൂൾ ആൻഡ് റെഗുലേഷൻസ് യു ഷുഡ് ഹാവ് ദ ബ്രാഹ്മണിക്കൽ ഇനിഷ്യേഷൻ. മനസ്സിലായി? ആ ബ്രാഹ്മണിക്കൽ ഇനിഷ്യേഷൻ കിട്ടിയാലേ നമുക്ക് ഡയറ്റി വർഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് പൂജ ചെയ്യാൻ പറ്റുള്ളൂ. അമ്പലത്തിൽ ഭഗവാന് ഭോഗം ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. ആ അടുപ്പിൽ തൊടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാഹ്മണനായിരിക്കണം. എന്ത് ബ്രാഹ്മണൻ? ഇറ്റ് ഈസ് നോട്ട് ബൈ ബർത്ത്. ജനനാൽ ബ്രാഹ്മണനല്ല, കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണ്. അതാണ് ഇസ്കോൺ അനുഷ്ഠിക്കുന്നത്. ഇസ്കോൺ നോക്കുന്നത് അയാൾ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണോ എന്നാണ്. വെറുതെ ഒരു പൂണൂലെടുത്തിട്ടാൽ ബ്രാഹ്മണനാവില്ല. അതായത് വൈഷ്ണവനാണെന്നുണ്ടെങ്കിലും ആ ബ്രാഹ്മണിക്കൽ ഇതെടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വിഗ്രഹ പൂജ ചെയ്യാൻ പറ്റുള്ളൂ. വിഗ്രഹ പൂജ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ഭാഗമാണ് ഗായത്രി മന്ത്രം അല്ലേ പ്രഭു? യെസ്. അങ്ങനെയാണോ അവരെ അനുഷ്ഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് മാതാജി. അതിന്റെ ഒരെണ്ണമാണ് ഗായത്രി മന്ത്രം. ഗായത്രി. കാരണം സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ബ്രാഹ്മണിക്കൽ ഇതെന്ന് പറയുമ്പോൾ, ബ്രാഹ്മണന്മാരെന്ന് പറയുമ്പോൾ അവര് ഉപനയനത്തിനാണല്ലോ ഗായത്രി മന്ത്രം ചൊല്ലി കൊടുക്കാറുള്ളത് അല്ലേ? അവര് അപ്പൊ ജന്മനാ അവര് ബ്രാഹ്മണരായവരാ. ഒരു ജന്മനാ ബ്രാഹ്മണരായിട്ടുള്ളവർ അങ്ങനെ ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്രാഹ്മണിക്കൽ ദീക്ഷ പിന്നെ ഇസ്കോണിൽ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്, ഗായത്രി മന്ത്രത്തിന് എന്താ ഇത്ര പ്രാധാന്യം എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട് പ്രഭു. അപ്പൊ പ്രഭു ഇങ്ങനെ ജപത്തിന്റെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് ചോദിക്കാന്ന് വിചാരിച്ചത്. താങ്ക് യു പ്രഭു, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ മാതാജി. മാതാജി, നമുക്ക് ഭഗവാന്റെ അടുക്കല് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം മതി എന്നാ പറയുന്നത് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ഹരേ കൃഷ്ണ മാതാജിമാരെ എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി പറഞ്ഞോളൂ. അതെ, ഈ നമ്മുടെ ചിത്രങ്ങളിലൊക്കെ രാധാകൃഷ്ണ ഒക്കെ വലിയതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ 7 വയസ്സില് ഭഗവാൻ ഇവിടെ നിന്ന് പോയില്ലോ, അയോധ്യയിലേക്ക് പോയില്ലോ, സോറി. അപ്പോ അപ്പുള്ളതൊക്കെ ചെറിയ ബാലലീലകളല്ലേ പ്രഭുജി? പിന്നെ എന്തിനാണ് വലിയ വലിയ ചിത്രങ്ങൾ വരുമ്പോ രാധയും കൃഷ്ണൻ വലുതായിട്ടാ കാണിക്കുന്നത്? പക്ഷെ അവര് ചെറിയ കുട്ടികളായിരിക്കുമ്പോഴല്ലേ രാസലീലയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്തിനാ അവര്? മനസ്സിലായി മാതാജി, പറഞ്ഞുതരാം. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നതൊന്നും ഇവിടെയുള്ള രാധാകൃഷ്ണനെ അല്ല, ഗോലോക വൃന്ദാവനത്തിലെ രാധാകൃഷ്ണനെയാണ്. ഗോലോക വൃന്ദാവനത്തിൽ ആരാണ് ഉള്ളതെന്ന് അറിയാമോ? രാധയും കൃഷ്ണനും മാത്രമാണ്. അവരുടെ ധാമമാണ് ഗോലോക വൃന്ദാവനം. നമ്മളെല്ലാവരും ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് അവിടെ പോയി എത്താൻ വേണ്ടിയാണ്, അവിടെ പോയി അവരെ സേവിക്കാനാണ്. അപ്പൊ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നതെല്ലാം ഗോലോക വൃന്ദാവനത്തിൽ അവര് എപ്പോഴും ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെയാണ്. അവിടെ വലിയ 16 വയസ്സായ ഭഗവാനും രാധാറാണിയാണ്. ആ രൂപമാണ്. മനസ്സിലായോ മാതാജി? ഹരേ കൃഷ്ണ, മനസ്സിലായി. അല്ലാതെ ഇവിടെ നടന്ന ലീലകളിലുള്ളതല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോ അങ്ങനെയാണ് കാണുക അവര്. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. പ്രഭുജി, ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇതില്. പിന്നെ ശരിക്കും ഭഗവാന്റെ റിയൽ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് യശോദാമയ്യും നന്ദഗോപുരമാണ്. അവരാണ് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ അച്ഛൻ. ഭൂമിയിൽ ഭൗതികമായിട്ടുള്ള ഇതിലാണ് ഇങ്ങനെ ദേവകി മാതി വസുദേവരും എന്ന് പറയുന്നു. റിയൽ പാരന്റ്സ് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന് നന്ദഗോപുരം യശോദാമയ്യാണെന്ന് കേട്ടു. ഞാൻ കേട്ടിട്ടുണ്ട് മാതാജി, കേട്ടിട്ടുണ്ട്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും വേണോ? അങ്ങനെ അദ്ദേഹത്തിന് അത് ആദിയില്ല, അന്തവുമില്ല. അത് ഞാൻ ആലോചിച്ചപ്പം പിന്നെ ഇതൊക്കെ വരുന്നതെല്ലാം കംപ്ലീറ്റ് ലീലകളാണ്. അദ്ദേഹം താഴോട്ട് വന്നിട്ട് പല ലീലകൾ ആടുന്നുണ്ട്. അപ്പൊ അതിന് ഒരാൾ താഴോട്ട് വരുമ്പോ അതിന് അച്ഛനും അമ്മയൊക്കെ വേണം. എന്നാൽ അച്ഛനും അമ്മയും ഇല്ലാതെ ലീലകളും വന്നിട്ടുണ്ട്. നരസിംഹദേവൻ അല്ലേ? അപ്പൊ അങ്ങനെയും ലീലകൾ, അത് ഭഗവാന്റെ ഇഷ്ടമാണ്. നമുക്കതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ എന്താണോ ഇഷ്ടം അതുപോലെ അല്ലേ? ഇത് മുഴുവൻ ഭഗവാന്റെ അല്ലേ?
ഭഗവാൻ എന്താണ് ഇഷ്ടം അതുപോലെ ചെയ്യും ഭഗവാൻ. അപ്പോ അതൊക്കെ ലീലകളുടെ ഒരു ഭാഗമാണ് മഹാരാജ്. അല്ലാതെ ഭഗവാന് അച്ഛനും അമ്മയും വേണമെന്നില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സമാധാനത്തിന് യശോദയും നന്ദഗോപുരം ആയിക്കോട്ടെ, ഭഗവാന്റെ അച്ഛനും അമ്മയും ആരും ഒരു ആചാര്യൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മറിഞ്ഞ് ഏതെങ്കിലും ഒരു ആചാര്യൻ പറഞ്ഞതായിരിക്കും കേട്ടത്, അല്ലേ? അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ കുഴപ്പം അത്രയും മതി. ഓക്കെ, അതിലെ കാര്യം ഭഗവാന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ കുറെ ഈ കൂലംകഷമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആചാര്യന്മാർ എന്താ പറയുന്നത് അത് കേൾക്കുക. കാര്യം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, കണ്ടവരാണ് വന്ന് നമ്മളെടുത്ത് പറയുന്നത്, അല്ലെ? വന്ന് കാണുമ്പോൾ അത് പറയുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കുന്നു. കാരണം ആചാര്യന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. നമ്മൾ അവരെന്താ പറയുന്നത് അത് അതുപോലെ കേൾക്കുന്നു. അത്രേ ഉള്ളൂ മഹാരാജ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത്രണോ പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു, വളരെ നല്ല ക്ലാസ്. എപ്പോഴും പ്രഭുവിന്റെ ക്ലാസ് അങ്ങനെ തന്നെയാണ്. എന്നാലും ഞാനൊരു ചെറിയ കാര്യം ചോദിക്കുകയാണ് പ്രഭു. അർജുനൻ ഭഗവാന്റെ ഭക്തനായിരുന്നു. അർജുനനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു രഥത്തിന്റെ പൊട്ടിയ കഷ്ണം, അത് ആചാര്യന്മാരെ ആയുധമാണെന്നും പറയാം അല്ലാന്നും പറയാം. എന്ന് വെച്ചാൽ ഭഗവാൻ എടുത്തു ഒരു അർജുനനെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ അതേ സമയം തന്നെ ഭീഷ്മരും ഭഗവാന്റെ ഭക്തനാണ്. ഭീഷ്മർ ആഗ്രഹിച്ചിരുന്നു ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കണമെന്ന്, ഭീഷ്മരുടെ ആഗ്രഹമായിരുന്നു. അപ്പോ ഭഗവാൻ രണ്ടും ഭഗവാൻ സാധിച്ചോളാം. ഭീഷ്മരുടെ ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുന്നു. ഭീഷ്മർക്ക് ഭഗവാനെ അങ്ങനെ നേരിൽ ഒരു ആയുധധാരിയായിട്ട് കണ്ട് ഭഗവാന് അതായിരുന്നു ഭീഷ്മരുടെ ആഗ്രഹം. അപ്പോ അതിനു വേണ്ടിയാണ് ഭീഷ്മർ അങ്ങനെ. ഭീഷ്മർക്ക് അറിയാം അർജുനന് ഭഗവാൻ കൂടെ നിൽക്കുമ്പോ അർജുനനെ ഭീഷ്മർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഭീഷ്മർക്ക് നന്നായിട്ട് അറിയാം. ഭീഷ്മർ പറഞ്ഞു. പക്ഷെ ഭഗവാനെ അങ്ങനെ കാണുക, ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കുക എന്നുള്ള ആ ഒരു ഭക്തി, അതായത് ആ ഭക്തന്റെ ഇതും നടത്തി കൊടുക്കുകയല്ലായിരുന്നു ഭഗവാൻ അവിടെ ചെയ്തത് ശരിക്കും. തീർച്ചയായിട്ടും. എന്നിട്ട് ഭീഷ്മർ ആലോചിക്കുന്നുണ്ട്, ഇനി എനിക്ക് എന്നെ ആര് കൊന്നാലും കുഴപ്പമില്ല, എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, ഐ എം റെഡി ടു ഡൈ എന്നാ അദ്ദേഹം വിചാരിച്ചത്. കാര്യം എനിക്ക് കാണാൻ പറ്റുന്നത്, കാണേണ്ടത് ഞാൻ കണ്ടു, അല്ലെ? ആ ഭഗവാന്റെ ഭീമത്സ രൂപം എന്നെ ആക്രമിക്കാനായിട്ട് വരുന്നത്. ഭീഷ്മർ ഒന്നും ചെയ്യില്ല എന്ന് ഭീഷ്മർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ രൂപം കാണുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക താല്പര്യം. അത് കാണാൻ അതല്ലേ ഭാവഗ്രാഹി ജനാർദ്ദനാണ്, അല്ലെ? ഭീഷ്മർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. ഭഗവാൻ ആരോടും വളരെ ഭംഗിയായിട്ട്, അല്ലെ, അവതരിപ്പിക്കുകയും ചെയ്യും. ആ രൂപം കണ്ടു കഴിഞ്ഞാൽ ആരും ഭയന്നു പോകും. അത്രയ്ക്കും ഭീമത്സമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം. കാര്യം ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലും എന്നുള്ള നിലയിലാണ് അദ്ദേഹം ആ ചക്രം എടുത്ത് ചുഴറ്റിയത്. ആ ചക്രമാണ് പോയി വീണത് ഏകചക്രയിൽ, അല്ലെ? നമ്മുടെ നിത്യാനന്ദ പ്രഭുവിന്റെ ജന്മസ്ഥാനം അതവിടെയാണ്. നമ്മളതൊക്കെ കേട്ടിട്ടുണ്ട്, ആ കഥകളൊക്കെ നമുക്കറിയാം. ശരി, മാതാജി പറഞ്ഞ വളരെ വളരെ ശരിയാണ് മാതാജി. കാര്യം അതാണ്, ഭീഷ്മദേവർക്ക് ആ ഒരു രൂപം കാണാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത് സാധിച്ചു കൊടുത്തതാണ്. അതാണ് പറയുന്നത്, നമ്മൾ എന്ത് വിചാരിച്ചാലും ഭഗവാൻ അത് സാധിച്ചു തരും, അല്ലെ? ഭഗവാൻ ഏത് വിധമെങ്കിലും അത് നമുക്ക് സാധിച്ചു തരും. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആലോചിക്കാൻ. അല്ലിട്ട് ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ചിന്തിക്കാനാണ്, അല്ലേ? കാര്യം നമ്മളൊക്കെ ചിലപ്പോൾ അത് ദോഷം ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ഭഗവാൻ അത് സാധിച്ചു തരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി. ഞാൻ ആദ്യമായിട്ടാണ് പ്രഭുജിയുടെ ക്ലാസ്സിൽ കയറുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ ഹരേ മച്ച് കൃഷ്ണ. പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വളരെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. താങ്ക് യു മാതാജി. തീർച്ചയായും. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാം. പ്രണാം. ഐശ്വര്യ മാതാജിക്കും കഥാമൃത പ്രഭുവിനും കോടി കോടി നന്ദി, കോടി കോടി നമസ്കാരം. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം പ്രഭുജി. വളരെ നന്ദി പ്രഭുജി, മനോഹരമായ ക്ലാസ്സിൽ നന്ദി. പ്രണാമം പ്രഭുജി. പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ക്ലോസ് ചെയ്തോട്ടെ? യെസ് പ്ലീസ് മാതാജി. പ്ലീസ് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.